Can you all hear me? Am I audible? Am I audible? Hi to all. Shall we start? Aditya is there, so I'm just waiting for Aditya to give me a briefing. Yeah? Okay. Namaste. എല്ലാവർക്കും സുഖാണോ? കഥാലയ ഇന്റർനാഷണൽ അക്കാദമി ആൻഡ് കഥാഭൂമി അവതരിപ്പിക്കുന്ന റീജിയണൽ ലാംഗ്വേജിലുള്ള സ്റ്റോറി ടെല്ലിംഗ് വീക്കാണ് ഈ ആഴ്ച. ഇന്ന് അതിൻ്റെ ആദ്യത്തെ ദിവസമാണ്. മലയാളത്തിലെ സ്റ്റോറി അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത്. എല്ലാവരും എത്തിയോ മലയാളത്തിലെ കഥ കേൾക്കാൻ? ആൻഡ് ഓൾ ദ വ്യൂവേഴ്സ് ഹു കാൻറ്റ് ഫോളോ മലയാളം, I try my level best to see that you are able to follow what I am trying to communicate. So this is a story exclusively from Kerala. Because that's something which we wanted to do. മലയാളത്തിലെ ഒരു കഥ പറയുമ്പോൾ കേരളത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ തെക്ക്, വടക്ക്, മധ്യ കേരളം ഇങ്ങനെ 3 ഭാഗമായിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ റീജിയണലായിട്ട് പല പല ഡിഫറൻസസ് കാണാറുണ്ട്. പലപ്പോഴും കേരളത്തിൽ നമ്മൾ തെക്ക് പാഠശാല തൊട്ട് തുടങ്ങി അങ്ങേയറ്റം വരെ കാസർഗോഡ് വരെ എത്തുമ്പോഴേക്കും ഓരോ ജില്ലയിലും വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അത് ഭക്ഷണ രീതിയിലായാലും സംസാര ഭാഷയിലായാലും ആളുകളുടെ പെരുമാറ്റ രീതിയിലായാലും അത് പല വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലും ഇത് ബാധകമാണ്. എങ്കിലും കേരളത്തിൽ പൊതുവെ ഈ ഒരു വ്യത്യാസം നല്ലതുപോലെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാറ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ കഥയാണ്, വളരെ ചെറിയൊരു കഥയാണ്. വടക്കൻ പാട്ടെന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? വടക്കൻ പാട്ട് കേരളത്തിന്റെ വടക്ക് ഭാഗം, അതായത് കോഴിക്കോട്, മലബാർ ആ ഒരു ബെൽറ്റിലുള്ള കുറെ സ്ഥലത്തുള്ള ഒരു കഥയായിട്ടാണ് വരുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ എന്താ പറയാ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത്, അല്ലേ? ഈ ഒരു കാലഘട്ടം നമ്മൾ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മറ്റു മാർഗമൊന്നുമില്ല. നമുക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധം പ്രധാനമായും നമ്മൾ ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയാണ് നമ്മൾ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ടി വിയിലൂടെ അറിയുന്നത്. എന്തെല്ലാം തരത്തിലുള്ള മെഷീൻസ് നമുക്കുണ്ട്. പിന്നെ സാറ്റലൈറ്റ് പോലുള്ള ഉപഗ്രഹങ്ങളിൽ കൂടെ നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ അമേരിക്കയിൽ നടക്കുന്നതായാലും റഷ്യയിൽ നടക്കുന്നതായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്പോഴപ്പോഴായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോ നിങ്ങളെല്ലാവരെയും ഒരു ടൈം മെഷീനകത്ത് കയറ്റിയിട്ട് പിന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ 21-ാം നൂറ്റാണ്ടിലല്ലേ? 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 16-ാം നൂറ്റാണ്ടിലേക്ക് ഒരു യാത്ര പോയാലോ? തയ്യാറാണോ എല്ലാവരും? കുട്ടികളുടെ അടുത്ത് ഉണ്ടോ അവിടെ? എത്ര പേരുണ്ട് കുട്ടികൾ അവിടെ? ഓക്കെ, വെരി ഗുഡ്. ഓരോരുത്തരും കൊച്ചു കുട്ടികളായിട്ടിരിക്കുന്നവരും വലിയവർ കൊച്ചു കുട്ടികളുടെ മനസ്സോടുകൂടി ഇരിക്കാം. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ എൻജോയ് ദ സ്റ്റോറി. ഇപ്പൊ പോവാം നമുക്ക് 16-ാം നൂറ്റാണ്ടിലേക്ക്. ഒരു ബുഷ് എന്ന് പറഞ്ഞിട്ട് പോവാൻ. ഇത് ഏത് ഗ്രാമം എന്നറിയോ? ഗ്രാമത്തിന്റെ പേര് പറയുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിറയെ പച്ച പാടങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ച നിറത്തില് പച്ച പട്ട് വിരിച്ച മാതിരി നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങൾ. ഇതൊരു ഭംഗിയാണ് അല്ലേ? നിറയെ തെങ്ങും തോപ്പ്, പുഴയും ആറും ചെറിയ ചെറിയ അരുവികളും പാറയുടെ പുറത്ത് തട്ടിത്തട്ടി ഒഴുകുന്ന പുഴകളും. ഇതൊരു ഭംഗിയാണ്. ഒരുപാട് വഞ്ചി തൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച അല്ലേ? വഞ്ചിക്കാര് അമർന്നിരുന്ന് അവര് ആഞ്ഞു തുഴഞ്ഞു അന്നൊക്കെ യാത്ര വഞ്ചിയിലാണിത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരാണ് നമ്മൾ ഭരിച്ചിരുന്നത് അല്ലെ. ഇന്നത്തെ പോലെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ നാട്ടുരാജാക്കന്മാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും അവരുടെ കീഴിൽ ഉണ്ടാവുക. അപ്പൊ അവർക്ക് പരസ്പരം അവരുടെ സ്ഥലം വികസിപ്പിച്ചെടുക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ വരുമ്പോ ഇവരെന്താ ചെയ്യാന്നറിയോ? അംഗം കെട്ടും. അത് ആരാ അംഗം കെട്ട? ചേകവർ. ആരാണ് ചേകവർ? നമ്മള് ചേകവരുടെ നാട്ടിലേക്കാണ് ഈ പോകുന്നത്. കടത്തനാട്, പ്രസിദ്ധമായ പുത്തൂരൻ തറവാട്ടിലേക്ക് നമുക്ക് പോവാം. തയ്യാറാണോ എല്ലാവരും? കടത്തനാട്, പുത്തൂരൻ തറവാട്. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങൾ അവിടെ? ദൂരേക്ക് ഒച്ച കേൾക്കുന്നുണ്ടോ? ദൂരേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചെവിയൊക്കെ ഒന്ന് പൂർത്തിച്ചു നോക്കൂ. കേൾക്കുന്നുണ്ടോ? എന്താ അറിയോ ആ സൗണ്ട്? യോദ്ധാക്കള് വാളും പരിചയം ഒക്കെ വെച്ചിട്ട് ആഞ്ഞ് അഭ്യസിക്കുകയാണ്. ഏതെവിടെ അഭ്യസിക്കുക? കളരിയില്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ കളരി പയറ്റ്? ആ കാലത്താണ് ഈ കളരി വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുത്തൂരൻ തറവാടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 18 കളരിയാണ് അവർക്കുള്ളത്. ഈ കടത്തനാട് ഏകദേശം 42 കളരി ഉള്ളതിൽ 18 എണ്ണവും പുത്തൂരൻ തറവാട്. അപ്പൊ പുത്തൂരൻ തറവാടിലെ കണ്ണപ്പ ചേകവരാണ് നമ്മളുടെ കാരണവർ. ആരാണ്? പുത്തൂരൻ തറവാട്ടിലെ കണ്ണപ്പ ചേകവർ. കണ്ണപ്പ ചേകവരുടെ കീഴിൽ ഈ 18 കളരിയിൽ ഒരുപാട് പേര് കളരി അഭ്യസിച്ചിരുന്നു. ആ കൂട്ടത്തില് പുത്തൂരം കണ്ണപ്പ ചേകവരുടെ 3 മക്കൾ. ഓക്കെ, ഇനിയാണ് കഥ. ആരൊക്കെയാണെന്നറിയോ? ആരോമൽ, ഉണ്ണിക്കണ്ണൻ, പിന്നെ ഒരു കാന്താരി. എന്താ പേരെന്നറിയോ? ഉണ്ണിയാർച്ച. ആരാ? ഉണ്ണിയാർച്ച. ആരോമൽ ചേകവരും ഉണ്ണിക്കണ്ണനും ഉണ്ണിയാർച്ചയും പിന്നെ ഒരാളും ചന്തു. ഇവരാണ് കൂട്ടുകാർ. പിന്നെ നിങ്ങളൊക്കെ ഇപ്പൊ കൊറോണ ബാധിച്ച എല്ലാരും വീട്ടില്, സ്കൂളൊന്നും ഇല്ല, വീട്ടിലിരുന്ന് ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട, പുസ്തകം എടുക്കേണ്ട ഒന്നും വേണ്ട അല്ലെ. പക്ഷെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കണ്ടല്ലേ? സാരമില്ലാതെ ഈ കാലഘട്ടത്തിൽ എന്താ ഉണ്ടായെന്നറിയോ? നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട. പക്ഷേ നേരം വെളുത്ത് വരുമ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് പോകും. എവിടേക്കെന്നറിയോ? കളരിയിലേക്ക്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങി ആരോമലും ഉണ്ണിക്കണ്ണനും ഉണ്ണിയാർച്ചയും എല്ലാവരും കളരിയിൽ പോയി കളരി അഭ്യസിക്കും. അപ്പൊ ഒരുപാട് വായ്ത്താരികൾ ഉണ്ടാവും അവർക്ക് അല്ലേ? ഞെരിഞ്ഞമര, ഇടത് ചെരിയ, വലത് ചെരിയ, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞായിട്ട് അവരെ ചെയ്യിപ്പിക്കാം. ആ കൂട്ടത്തിൽ അവര് വാൾപ്പയറ്റ് പഠിക്കുന്നു. വാളും പരിചയം വെച്ചിട്ട് നല്ലപോലെ കളരി ചെയ്യാൻ പഠിക്കും. ആയോധന മുറകൾ പഠിക്കുന്നുണ്ട്. വടി ഉപയോഗിച്ചിട്ടുള്ള പഠിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഒരു വലിയ സാധനം, കണ്ട പേടിയാവും. അതറിയോ? ഉറുമി. ഉറുമി എന്ന് പറയുന്നത് ഒരു വലിയ ചാട്ടവാറ് പോലെ ഇരിക്കും, നല്ല ഷാർപ്പായിട്ടുള്ള എന്തൊക്കെ ആയിട്ട്. അത് പിടിച്ചിട്ട് അവര് നല്ലപോലെ ചുറ്റി അടിക്കുക ചെയ്യാം. അങ്ങനെയുള്ള കളരിപ്പയറ്റുകൾ പഠിച്ച് മിടുക്കന്മാരാണ്. അപ്പൊ ആർച്ചയെ കുറിച്ചൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ കഥയുടെ പേര് ഉണ്ണിയാർച്ചയെ കുറിച്ചാണ്. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ കഥ അവതരിപ്പിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് കഥ പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ പേരാണ് പാണനാർ. ആരാണ്? പാണനാർ. ഈ പാണനാർ പാട്ടുപാടി നടക്കും. ആ പാട്ടുപാടുന്ന സമയത്ത് അവര് ഈ കഥകളെല്ലാമാണ്. ഉണ്ണിയാർച്ചയെ കുറിച്ചുള്ള കഥകൾ, ആരോമൽ ചേകവരെ കുറിച്ചുള്ള കഥകൾ, പുത്തൂരം തറവാടിലെ ധീര യോദ്ധാക്കളെ കുറിച്ചുള്ള കഥകൾ, അങ്ങനെ കഥകൾ പാടി ദേശം തോറും നടത്തുന്നവരാണ് ഈ പാണനാർ. അങ്ങനെയാണ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. ഇപ്പോ തലമുറയായി അത് കൈമാറി. ഇന്നും കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ വടക്കൻ പാട്ട് ശീലമാക്കിയ അല്ലെങ്കിൽ വടക്കൻ പാട്ടിന്റെ ഗുരുക്കന്മാർ തന്നെ നമ്മൾക്ക് കേരളത്തിലുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഉണ്ണിയാർച്ചയും ആരോമൽ ചേകവരും ചന്തുവും ഉണ്ണിക്കണ്ണനും ഒക്കെ നിങ്ങളെ പോലെയുള്ള കൊച്ചു കുട്ടികളാണ്. പിന്നെ ആർച്ച പൊതുവെ ഉണ്ടല്ലോ, ഒറ്റപ്പെങ്ങളാവുമ്പോ ഒരു ചിരി കുറുമ്പ്, ഒരൽപവാശി.
ആർച്ചയുടെ വാശിയുടെ മുമ്പിൽ എല്ലാവരും തോറ്റു തിന്നാൻ പാടും. അപ്പോഴൊക്കെ ആർച്ച ഒരാളുടെ വാക്ക് മാത്രമേ കേട്ടിരുന്നുള്ളൂ. ആരുടെ അറിയോ? ആങ്ങളയുടെ ആരോമൽ ചേകവരുടെ. ആരോമൽ പറഞ്ഞാൽ ആർച്ച അവിടെ നിന്നു. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടുകൂടി ആരോമലും ഉണ്ണിയാർച്ചയും ഒക്കെ കളരിയൊക്കെ അഭ്യസിച്ച് നിത്യവും അവിടെ തൊടിയിലും പറമ്പിലും ഒക്കെ കളിച്ച് അങ്ങനെ നല്ല രസമായിട്ട് അവർ വളരാണ്. എന്തായാലും ടി വി മൊബൈലൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ ബാക്കി കളിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ വളർന്ന് വളർന്ന് നമ്മുടെ ആർച്ച വലുതായി ഒരു സുന്ദരി കുട്ടിയായിട്ട് മാറി. ഓക്കെ, അപ്പൊ ആർച്ചയുടെ കല്യാണം നടക്കാൻ പോവാണ്. ആരാ കല്യാണം കഴിക്കണമെന്നറിയോ? ആറ്റുമണമേൽ കുഞ്ഞിരാമൻ ചേക്കർ. ഒരുപാട് സ്വത്ത്, വലിയ തറവാട്, വലിയ നാലുകെട്ട്, ഒരുപാട് പൊന്നും പണവും ഒക്കെയുള്ള കുഞ്ഞിരാമൻ ചേക്കർ. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി പുത്തൂരൻ തറവാട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയി? കുഞ്ഞിരാമന്റെ തറവാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി. ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി. ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലക്കാവിൽ കൂത്തല്ലാണേ. അയ്യപ്പൻ കാവിൽ വീളക്കല്ലാണേ. അയലാളർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ് ആറ്റുമണമേലെ ഉണ്ണിയാർച്ച. കേട്ടോ വടക്കൻ പാട്ട്? ഈ വടക്കൻ പാട്ടിൽ പറഞ്ഞ എന്താണ്? ഉണ്ണിയാർച്ച ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവില്ലേ? അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണാം. അല്ലിമലർക്കാവിന് കൂത്താണത്രേ. അയ്യോ, എനിക്ക് കാണാൻ പോവാൻ പറ്റിയില്ലല്ലോ. അല്ലിമലർക്കാവിലും പോവാൻ പറ്റില്ല, അയ്യപ്പൻ കാവിലെ വിളക്ക് കാണാനും പോവാൻ പറ്റില്ല. എന്നാൽ എന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പോവാണ്, എനിക്കും പോയേ പറ്റുള്ളൂ എന്ന് ചാട്ടിയായി. അപ്പൊ ആർച്ച വേഗം ഉറക്കത്തുനിന്ന് ചാടി എണീറ്റു. വേഗം പോയിട്ട് എല്ലാവരും തരണം, എനിക്ക് അല്ലിമലർക്കാവിലെ കൂത്ത് കാണാൻ പോകണം, എന്ത് തന്നെയായാലും എനിക്ക് കൂത്ത് കാണാൻ പോകണം. അപ്പൊ എവിടെയാ താമസിക്കുന്നത്? ആറ്റുമണമേലല്ലേ, കുഞ്ഞിരാമന്റെ വീട്ടില്. അപ്പൊ നമ്മുടെ അമ്മായിയമ്മയും അമ്മായിച്ചനൊക്കെ അവിടെ ഇല്ലേ? അവരാദ്യമേ കേട്ട പാടെ പറഞ്ഞു, നോ 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 നോ, പോക്ക് നടക്കില്ല ആച്ചേ, അത് നടക്കില്ല. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് പോകണം, ഞാൻ എത്രയോ നാളായി അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ പാടില്ല ആച്ചേ, അവിടെ ഒരുപാട് അപകടങ്ങളുണ്ട്, പിന്നെ നിന്റെ ഒപ്പം കൂട്ടുവരാനും ആരും ഇല്ല. ഇവിടുന്ന് വരാനായിട്ട് ആകെ കുഞ്ഞിരാമനെ ഉള്ളൂ. പാവം എന്റെ കുഞ്ഞിരാമനെ കൊല്ലിക്കല്ലേ. അമ്മായി അമ്മ ഇടയ്ക്കൊരു പൂള് വെച്ചൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് പറ്റി? ആർച്ച പറഞ്ഞു, ഇല്ല, ഞാൻ പുത്തൂരൻ തറവാട്ടിലെ ആർച്ചയാണ്, ഞങ്ങളുടെ തറവാട്ടിൽ ആണുങ്ങളെ കൊല്ലിക്കാൻ ഒരിക്കലും കൊടുക്കാറില്ല. പിന്നെ അല്ലിമലർക്കാവിലെ പൂരം കാണാൻ പോവാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ലേ, ഞാൻ പോയി വരാം, ഒരു അപകടവും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആർച്ച നേരാ, ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഒരു ചിരി വാശി, ഒരല്പം ദേഷ്യം, ആ വാശിയാണ് പുറത്തു വന്നത് അല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടുണ്ടോ? ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറുപ്പകാലത്തിലുള്ള വാശിയൊക്കെ വലുതായപ്പോഴും കുറേശ്ശെ പുറത്തേക്ക് വരാൻ തുടങ്ങി. കല്യാണമൊക്കെ കഴിഞ്ഞൊക്കെ മറന്നു. പക്ഷെ എന്തായാലും നമ്മുടെ ആർച്ചക്കുട്ടി ഇനി ഒരുങ്ങാൻ പോവാണ്. ഉണ്ണിയാർച്ചയുടെ ഒരുക്കം എന്ന് പറയുന്നത് ബഹുഖേമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കളരി അഭ്യസിക്കണു, ഭയങ്കര ധീരയാണ്, വീരയാണ്, എല്ലാ തരത്തിലും സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു ഉണ്ണിയാർച്ച. അപ്പൊ നമുക്ക് ഉണ്ണിയാർച്ചയുടെ ഒരുക്കത്തിനെ കുറിച്ചൊന്ന് കേട്ടാലോ? ചന്ദന കല്ലിന്റെ അരികെ ചെന്നു, ചന്ദന മുരസി കുറിവരച്ചു, കണ്ണടി നോക്കി തിലകം തൊട്ടു, പീലിത്തിരുമൗടി കെട്ടി വച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകൊത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ടേ, മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു, ഏഴുകടലോടി വന്ന പട്ടുടുത്തു, പൂക്കുലഞ്ഞൂരി വെച്ചുടുത്തു,
ചമയുന്നുണ്ടേ കോട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ നിരയഴകിനു കൂടുന്നുണ്ടേ ഏഴു ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തുപതിച്ചുള്ള മാലയെല്ലാം കഴുത്തിലു തന്നെയും ചാത്തുന്നുണ്ട് രാമായണം കൊത്തി വച്ചവള എല്ലാം എടുത്തണിയുന്നുണ്ടേ പൊന്മുടി തന്നെയും പൂട്ടുന്നുണ്ടേ ചമയങ്ങളൊക്കെ ചമഞ്ഞൊരുങ്ങി കൈവിരൽ കഞ്ചിലും പൊന്മോതിരം ചർച്ചയോടങ്ങണിയുന്നുണ്ടേ ഉറുമിയെടുത്തു വരയിൽ കെട്ടി നാലുകെട്ടകത്തു കടന്നവളും ഏഴുകമ്പുള്ള കൂടെ എടുത്തേ യാത്ര പുറപ്പെട്ടു ഉണ്ണിയാച്ച എവിടേക്ക് അല്ലിമലക്കാവില് കൂത്തു കാണാൻ. ഇപ്പൊ നമ്മുടെ കുഞ്ഞിരാമൻ വരെയുണ്ട്. ആരാ കുഞ്ഞിരാമൻ? ആ ആറ്റുമണമേ കുഞ്ഞിരാമൻ, ഉണ്ണിയാച്ചയുടെ ഭർത്താവ്. അവിടെ വന്നിട്ട് ആച്ചേ എന്നൊരു വിളി വിളിച്ചു. അവിടെ എവിടെ നമ്മൾ അടുത്ത് കേട്ടിട്ടുണ്ടല്ലേ? അറിയല്ല കേട്ടോ. ആച്ചേ നാമൃത്തി ഒരു വിളി വിളിച്ചു. നീ എവിടേക്കായി പോകുന്നത്? ഞാൻ അല്ലിമലക്കാവില് കൂത്തു കാണാൻ പോവാണ്. അല്ലാതെ എന്തേ ഞാൻ പോയാല് എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ അല്ലിമലക്കാവില് അങ്ങോട്ടേക്ക് പോകണ്ട നമ്മള് അല്ലേ? അല്ലിമലക്കാവില് കൂത്ത് കാണാൻ. അങ്ങനെ ആർച്ച കൊടയൊക്കെ എടുത്ത് ചൂടി അങ്ങനെ നടക്കാണ്. ചുറ്റുവട്ടത്തുള്ള അയലത്തുള്ള പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അവര് എങ്ങനെ പോകണം? ഇനിയിപ്പോ കൊടയൊക്കെ എടുത്ത സ്ഥിതിക്ക് ഞാൻ കുതിരപ്പുറത്ത് കേൾക്കുന്നില്ല. വടക്കൻ പാട്ടിൽ കുതിരയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനും പറയണില്ല. കുതിരപ്പുറത്ത് കാര്യം കുതിരസവാരി എന്നറിയാം ഉണ്ണിയാഴ്ചക്ക്. എന്തായാലും കൊടയൊക്കെ ചൂടി കുതിരപ്പുറത്ത് കയറിയ രസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നടക്കാം അല്ലെ? അങ്ങനെ നടക്കാണ്. ഓഹോയ് 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 ഇങ്ങനെ പാട്ടും പാടി രസിച്ച് തൊടിയിലൂടെ പാടത്തിലൂടെയൊക്കെ നടന്ന് നടന്ന് പോവാണ്. അന്നത്തെ കാലത്ത് ബസ്സും കാറും ഒന്നും ഇല്ലല്ലോ. അപ്പൊ നടന്നു പോവാണ്. ഈ നടന്നു പോകുന്ന സമയത്ത് ഉണ്ണിയാഴ്ചയുടെ മനസ്സിൽ ഒരു പ്രധാന കാര്യം എന്താണെന്നറിയോ? ജോനകരെ കുറിച്ച് തൊട്ടിരിക്കുന്നു. ആരാണ് ഈ ജോനകര്? അല്ലിമലക്കാവിൽ എത്തുന്നതിന് മുമ്പ് നാദാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ നാദാപുരത്ത് കുറച്ച് ജോനകന്മാരുണ്ട്. റൗഡികള്, ഗുണ്ടപ്പന്മാരില്ലേ? ആ കൊമ്പ മീശയൊക്കെ വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി ഒരു വെള്ള കത്ത മാർഗമൊക്കെ ഇങ്ങനെ വെച്ച് ദുഷ്ടന്മാര്. ഏത് സമയത്ത് പെണ്ണുങ്ങളെ കണ്ടാലും കളിയാക്കും, ബഹളങ്ങൾ ഉണ്ടാക്കും, അവരെ പിടിച്ചോണ്ട് പോകും, അവരുടെ ആഭരണങ്ങളൊക്കെ വലിച്ചെടുക്കും. ഇങ്ങനെയുള്ള ജോനകന്മാർ. അപ്പൊ ഉണ്ണിയാഴ്ച ഇതിനെ കുറിച്ച് കേട്ടിരിക്കണം. ഇന്ന് അവർക്ക് ഒരു പാഠം ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണിയാഴ്ച എങ്ങോട്ട് പോകുന്നത്? അല്ലിമലക്കാവിലേക്ക്. പോകുന്ന വഴിക്ക് അവിടെ ഒരു ആൽത്തറ നാദാപുരത്ത് എത്തി. ആഴ്ചക്ക് മനസ്സിലായി ഇനിയിപ്പോ ജോനകർ വരുന്നല്ലോ. ഇപ്പൊ എന്താ ചെയ്തെന്നറിയോ? അവിടെ ആൽത്തറയിൽ കയറിയിരുന്നു. ആ ആൽത്തറയിൽ ഇരുന്ന് ഒരു അല്പം വെറ്റിലേക്ക് എടുത്ത് അങ്ങനെ അതിൽ ചുണ്ണാമ്പൊക്കെ പുരട്ടി അതിലൊരു അല്പം അടക്കയൊക്കെ വെച്ച് ഒന്ന് ചുരുട്ടി വായിൽ വെക്കുമ്പോഴേക്കും ആര് വന്നു? ജോനകര് വന്നു. വന്നിട്ട് ചോദിക്കണോ, കൊള്ളാലോ, ആരാടി നീ? ആഹാ, ഞങ്ങളുടെ മൂപ്പര് പറ്റിയ പെണ്ണ നീ, വന്നോ ഞങ്ങളുടെ ഒപ്പം? ഉണ്ണിയാഴ്ചയുടെ ദേഷ്യം ഇങ്ങനെ ഉള്ളം കാലം കണ്ട് കയറാൻ തുടങ്ങി. ഉണ്ണിയാഴ്ചക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ദേഷ്യം അടക്കിക്കൊണ്ട് അവള് പറഞ്ഞു, വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒന്നും ജീവനോടെ ഇവിടെ പോകില്ല. ഇനി അല്ല, നിങ്ങൾക്ക് എന്റെ ആഭരണങ്ങളാണ് വേണ്ടതെങ്കിൽ ഇതാ എല്ലാ ആഭരണവും എടുത്തോ. എല്ലാ ആഭരണവും എടുത്ത് ആൽത്തറയിൽ വെച്ചു. അപ്പോഴാ ജോനകരുടെ ചിന്ത പറയും, ആ ഇവളെന്തായാലും നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ്, ഇവളെ പിടിച്ച് നമുക്ക് നമ്മുടെ മൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ജോനകർ പതുക്കെ ഉണ്ണിയാഴ്ചയുടെ അടുത്തേക്ക് വന്നു. ഉണ്ണിയാഴ്ച വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കുറച്ച് സ്വയരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു. പാടിയിരുന്നില്ലേ? ഉറുമിയെടുത്ത് അരയിൽ കെട്ടിയിരുന്നു, ഒരു തുണി ചുറ്റി കയ്യിൽ കരുതിയിരുന്നു. എന്തിനായിരുന്നു തുണി? അറ്റത്ത് കുറച്ച് കല്ലുണ്ട്. ഈ തുണി അങ്ങോട്ട് ചുറ്റി വീശി അടിക്കാൻ തുടങ്ങി. ആരാ? ഉണ്ണിയാഴ്ച. ചുറ്റുമുള്ളവരൊക്കെ എന്ന് വീഴാൻ തുടങ്ങി. 8-10 ജോനകർ വന്ന് ഉണ്ണിയാഴ്ചയെ ആക്രമിക്കാൻ ശ്രമിക്കാം. ധൈര്യശാലിയായിട്ട് ആർച്ച ചാടി അങ്ങോട്ട് എഴുന്നേറ്റു.
എല്ലാ കളരി അഭ്യാസവും അറിയാവുന്ന ആർച്ച സന്തോഷത്തോടെ ഭയങ്കര ധൈര്യത്തോടെ അവിടെ നിന്ന് ആ ജോനകരുമായിട്ട് നല്ല യുദ്ധം ചെയ്യാൻ പറ്റും. ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഉറുമിയുണ്ട്. കാര്യം ജോനകര് പതുക്കെ വടിയെടുത്തോണ്ട് വരുന്നു, ഇവരെ പിടിക്കാൻ ശ്രമിക്കുന്നപ്പോ ആർച്ചയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ആയി. ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞിനാമൻ പമ്മി വന്നു. അയ്യോ ആർച്ചിനെ പിടിക്കല്ലേ എന്ന് പറഞ്ഞതും ജോനകർ ഇയാളെ കണ്ടുപിടിച്ചു. വേഗം പിടിച്ച് അവിടെ കെട്ടി ഒരു മരത്തിൽ കണ്ടിട്ടു. അപ്പൊ കുഞ്ഞിനാമനെ കെട്ടിയിട്ടു. ഇനിയിപ്പോ ആരാ രക്ഷയ്ക്ക്? ആരുമില്ല. അങ്ങനെ ആർച്ച സ്വയം രക്ഷയ്ക്കായിട്ട് ഉറുമിയെടുത്ത് ഓരോരുത്തരെയായിട്ട് വീശാൻ തുടങ്ങി. വീശി അവിടെ നല്ലതുപോലെ യുദ്ധം ചെയ്തു. ഇതിനിടയിൽ ഒരാള് ഇതിന്റെ വാർത്ത കേട്ടിട്ട് ഓടിപ്പോയി മൂപ്പന്റെ അടുത്ത് പറയാൻ പോയി. മൂപ്പനാണ് അവിടുത്തെ ആ സമയത്ത് നേതാവ്. മൂപ്പ ഒരു വാർത്ത കേട്ടോ, നമ്മുടെ ആർച്ചയില്ലേ ആറ്റുമണ്ണമേൽ ഉണ്ണിയാർച്ചേതാ ജോനകരുമായിട്ട് അവിടെ അടി ഉണ്ടാക്കുന്നു. അവിടെ ആൾക്കാരായിട്ട് അവിടെ അടി നടക്കാണ്. ഉണ്ണിയാർച്ചയിൽ നിന്നും ആറ്റുമണ്ണയിൽ നിന്നും കേട്ടത് മൂപ്പന്റെയും കഴിക്കട തോന്നുന്നു പറഞ്ഞ ബോധം പെട്ടെന്ന് നിലത്ത് വീണു. എന്താ കാര്യം അറിയോ? ആർച്ച ആരുടെ പെങ്ങളാ? ആരോമൽ ചേകവരുടെ പെങ്ങള്. ആരോമൽ ചേകവരുടെ പെങ്ങളെ ആരെങ്കിലും ഏറ്റുമുട്ടോ? ആളിന്റെ കഴുത്ത് പോയി. ദൈവം തമ്പുരാനേ എന്ന് പറഞ്ഞ മൂപ്പൻ ആ നിലത്ത് കിടക്കുന്നു. അവസാനം വല്ലതിന്റെ ബോധമൊക്കെ വന്നു. മൂപ്പൻ വേഗം എഴുന്നേറ്റ് തുടങ്ങും. ആളെ വിട്ടു. ആരെ? ആരോമൽ ചേകവരെ വിളിക്കാൻ. ചേകവരെ ഓടി വായോ, ഇവിടെ ആർച്ച പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ആർച്ച എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യാണ്. അങ്ങനെ ആരോമൽ ചേകവരെ വേഗം നാദാപുരം. ആ സമയത്ത് ആർച്ച നല്ല അസലായിട്ട് ഇവിടെ ഉണ്ണിയൊക്കെ വീശി നിൽക്കാണ്. വേഗം പറഞ്ഞു, ആർച്ചേ മതിയാക്കൂ. നോക്കൂ, മൂപ്പൻ വന്ന് നിന്റെ കാലത്ത് വീണ് മാപ്പ് പറയില്ലേ, ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങും. അവർക്ക് മാപ്പ് കൊടുത്തു. ആർച്ചയ്ക്ക് ദേഷ്യം സഹിക്കാൻ വരും. ആർച്ച പറഞ്ഞു, നാദാപുരത്തൂടെ ഇനി പെണ്ണുങ്ങൾ ഇതുവഴി സഞ്ചരിക്കും. ഒരു ജോനകരും പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയോ അവരുടെ ആടയാഭരണങ്ങൾ പിടിച്ചു പറിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവരെ ഞാൻ വെറുതെ വിടാം. അന്ന് മുതൽ മൂപ്പൻ താഴെ വീണ് അപേക്ഷിച്ചു, ഉണ്ണിയാർച്ചയെ ഞങ്ങളോട് ക്ഷമിക്കണം, ആളറിയാതെ ചെയ്തു പോയത് തെറ്റാണ്. അങ്ങനെ ആർച്ചക്കുട്ടി അവിടുന്ന് വിജയശ്രീലാളിതയായിട്ട് അല്ലിമലക്കാവിലെ കൂത്തും കണ്ടു. മൂപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചു. ഇതെല്ലാം കൊണ്ടെങ്ങോട്ട് പോയി? ആറ്റുമണ്ണമേൽ തറവാടിലേക്ക്. പള്ളിമലക്കാവിലെ കൂത്തും കാണാൻ പറ്റി, അയ്യപ്പൻകാവിലെ വിളക്കും കണ്ട് സന്തോഷമായിട്ട് ആറ്റുമണ്ണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിച്ചെന്നു ഉറക്കമായി. ഉറക്കത്തിൽ അവളൊരു സ്വപ്നം കണ്ടു, അല്ലിമലക്കാവിൽ കൂത്തല്ലാണേ. അല്ലിമലക്കാവിലെ കൂത്ത് കഴിഞ്ഞു. ആർച്ച വീട്ടിലെത്തി. 16-ാം നൂറ്റാണ്ടിനും എല്ലാവർക്കും തിരിച്ചു വരാം 21-ാം നൂറ്റാണ്ടിലേക്ക്, കൊറോണ കാലത്തിലേക്ക്, അല്ലേ? ഇപ്പൊ മലയാളത്തിലെ കഥയായതുകൊണ്ട് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എങ്കിലും കഥാഭൂമിയിലൂടെ ഇങ്ങനെ ഒരു മലയാളത്തിലെ കഥ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. പക്ഷെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് എന്നും ഏത് കാലഘട്ടത്തിലും ജോനകന്മാർ അവതരിച്ചുകൊണ്ടേയിരിക്കും. അന്നത്തെ കാലത്ത് സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചില ജോനകരുണ്ട്, അല്ലേ? സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പോട്ടെ, പക്ഷെ ഒരു വൈറസിന്റെ രൂപത്തിൽ ഒരു ജോനകൻ നമ്മുടെ ചുറ്റും ചേർന്ന് കളിക്കുന്നുണ്ടല്ലോ. ഏതാ വൈറസ്? കൊറോണ വൈറസ്. അതെ, അപ്പൊ കൊറോണ വൈറസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണ്ടേ, അല്ലേ? അപ്പൊ നമുക്ക് സ്വയരക്ഷയ്ക്കായിട്ടുള്ള ചില കൊച്ചു കൊച്ചു സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അവിടെ കുറെ ആശുകുട്ടികളെ ആരോഗ്യ ചേകവന്മാരെയും കാണാം. ഉണ്ടോ അവിടെ? കൈപൊക്കിക്കോളെ എല്ലാവരും. ഉണ്ടോ? കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടോ? ആ, വെരി ഗുഡ്. അപ്പൊ ഓരോ ആശുകുട്ടീനെയും ഓരോ ആരോഗ്യ ചേകവര് ആങ്ങളമാരും പെങ്ങളമാരും ഉണ്ടെങ്കിൽ നല്ലപോലെ അനിയത്തിക്കുട്ടീനെ നോക്കിക്കൊള്ളണം. നോക്കില്ലേ? അതുപോലെ ഏട്ടന്മാര് പറയുന്നത് കേൾക്കോ നിങ്ങള്? ആരോഗ്യ ചേകവരെ പോലെയുള്ള ഏട്ടൻ എന്തും ചെയ്തു തരുന്ന ഏട്ടന്മാരാണ് നിങ്ങൾക്കുള്ളത്. അവര് പറയുന്നത് കേൾക്കണം. പിന്നെ അതിന്റെ ഒപ്പം ഈ കൊറോണ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങളും സ്വയരക്ഷയ്ക്ക്. ഉണ്ണിയാർച്ച സ്വയരക്ഷയ്ക്ക് ഉറുമിയെടുത്തിരുന്നു, വാളെടുത്തിരുന്നു, പരിചയെടുത്തിരുന്നു, ഒരു വസ്ത്രം ചുറ്റി കെട്ടിയിരുന്നു.
സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണിയാർച്ച കരുതിയിരുന്നതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് സ്വയരക്ഷയ്ക്കായി കരുതുക എന്ന് കഥാഭൂമിയിലേക്ക് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് അയച്ചോളൂ. നമ്മുടെ ആദിത്യ ആന്റി അതൊക്കെ എഴുതി നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഈ ഒരു കഥ കേട്ടതിനും കഥാലയ ഇന്റർനാഷണൽ അക്കാദമിയുടെ ഗീത മാമിന്റെ ശിഷ്യയായ ഞങ്ങൾക്കൊക്കെ ഇങ്ങനൊരു അവസരം ലഭിക്കുന്നതിനും ഈശ്വരനോട് നന്ദി പറയുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായി, കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. കേരളത്തിൽ നിന്ന് സല്യൂട്ട്. നമസ്തേ.